ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചു കുട്ടികളെ എപ്പോഴാണ് എഴുതിക്കാൻ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് എഴുതിക്കേണ്ടത്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ എഴുതാൻ പഠിപ്പിക്കുക, പെൻസിൽ കൺട്രോൾ വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറേ അമ്മമാർ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും എപ്പോഴാണ് എഴുതിക്കാൻ തുടങ്ങേണ്ടത്? നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് അംഗനവാടികളൊക്കെ ഉണ്ട് അല്ലേ? അംഗനവാടികളിലൊക്കെ ഒരു 3 വയസ്സ് തൊട്ട് കൈ പിടിച്ച് എഴുതിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ റോസൂട്ടീനെയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഒരു 5 വയസ്സ് പൂർത്തിയായി 6ാമത്തെ വയസ്സ് തൊട്ടാണ് ശരിക്കും എഴുതിക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതലും ഒരു 2 വയസ്സാവുമ്പോൾ തൊട്ട് അമ്മമാർ എനിക്ക് തോന്നുന്നു കളറിങ് ചെയ്യിക്കാനും ഒക്കെ തുടങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 2 വയസ്സായ കുഞ്ഞിന് പെൻസിലല്ല കൊടുക്കേണ്ടത്, ക്രയോൺസാണ്. അപ്പോൾ ക്രയോൺസിൽ തന്നെ ശരിക്കും വലിയ കുട്ടികൾ ഉപയോഗിക്കുന്ന ക്രയോൺസ് അല്ല കൊടുക്കേണ്ടത്. ഗ്രിപ്പ് ക്രയോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രയോൺസ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഗ്രിപ്പ് ക്രയോൺസ്. ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളില്ലേ, 2 വയസ്സായി 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഗ്രിപ്പ് ക്രയോൺസ് കൊടുത്തു തുടങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ഒരെണ്ണം എടുക്കട്ടെ. ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്. റോസൂട്ടിക്ക് ഇതിൻ്റെ സമയം കഴിഞ്ഞല്ലോ. അപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സാധാരണ ക്രയോൺ മാതിരി അല്ല, ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണുള്ളത്. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്ക് ആണ് കൊടുക്കേണ്ടത്, 2 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ 2-2.5 വയസ്സ് തൊട്ടൊക്കെ മതി കേട്ടോ. ഒരുപാട് നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യേണ്ട. 2 വയസ്സുള്ള കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, കളറിങ് ഇഷ്ടമാണെങ്കിൽ മാത്രം അതിന് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കറക്റ്റ് ശരിയായ രീതിയിൽ പിടിപ്പിച്ചിട്ട് വേണം എഴുതാനായിട്ട്. കൊച്ചു കുട്ടികൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ പിടിക്കും, കണ്ടോ, ഇങ്ങനെ കുത്തി പിടിക്കും, ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് കുത്തി വരയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവരുടെ കൈ പിടിച്ച് ശരിയായ രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൊടുത്താലായിരിക്കും അവർക്ക് മനസ്സിലാവുക. പക്ഷെ അങ്ങനെ നമ്മൾ പിടിച്ച് ഇങ്ങനെ പെൻസിൽ പിടിക്കുന്നത് പോലെ ക്രയോൺസ് പിടിപ്പിച്ച് പഠിപ്പിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനം അവർക്ക് പിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ കാണുമോയെന്ന് എനിക്കറിയാം. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടോ ഒരു സർക്കിൾ പോലെ ഉണ്ട്. അതുകൊണ്ട് ഇത് പിള്ളേർക്ക് പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഗ്രിപ്പ് ക്രയോൺസ് ഉപയോഗിക്കുക കേട്ടോ. ഈ ഒരു സാധനം കടകളിലൊക്കെ കിട്ടുമായിരിക്കും. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. റോസൂട്ടിക്ക് അത് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് പണ്ട് എഴുതിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനം ആമസോണിൽ വാങ്ങാൻ കിട്ടും, പിന്നെ കടകളിലൊക്കെ കിട്ടുമായിരിക്കും. ഗ്രിപ്പ് ക്രയോൺസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഗ്രിപ്പ് ക്രയോൺസ് ഒക്കെ കൊടുത്ത് കളറിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച് തുടങ്ങിയാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാറ്റേൺ റൈറ്റിംഗ് ആണ്. പാറ്റേൺ റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പെൻസിൽ കൺട്രോൾ വരാനായിട്ട് ചെയ്യിപ്പിക്കേണ്ട ആക്ടിവിറ്റീസാണ് കേട്ടോ. ഞാൻ 2 ബുക്സാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഈ 2 ബുക്സും ഞാൻ റോസൂട്ടീനെ എഴുതാൻ പഠിപ്പിച്ചപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് പുതിയതാണ് കേട്ടോ. ഇത് ഞാൻ വേറെ മേടിച്ചതാണ്. റോസൂട്ടിക്ക് യൂസ് ചെയ്തത് കാണുന്നില്ല. അപ്പോൾ ഇത് വേറെ മേടിച്ചതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പാറ്റേൺ റൈറ്റിംഗ് എന്നും ഒന്ന് പെൻസിൽ കൺട്രോൾ എന്നുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാനിങ്ങനെ സൈഡിൽ കാണിക്കാം കേട്ടോ. ഇത് തല തിരിച്ചായിരിക്കും നിങ്ങൾ കാണുക. ഇത് ഈ ബുക്ക് വാങ്ങിയിട്ട് തന്നെ ചെയ്യിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ബുക്ക് ഉണ്ടെങ്കിൽ ഇതിൽ പിക്ചേഴ്സ് സൈഡിൽ കണ്ടോ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഈ പിക്ചേഴ്സ് കാണുമ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ബുക്സ് വാങ്ങിയിട്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പെൻസിൽ കൺട്രോൾ വരാനായിട്ട് കുറേ ലൈൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ലൈൻസ് ആണ്. ഓക്കെ. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ സ്ലീപ്പിംഗ് ലൈൻസിൻ്റെ പിക്ചേഴ്സ്. അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻസ് എന്ന് വെച്ചാൽ അതിൽ ഈ ബുക്കാവുമ്പം ഇതിൽ ആരോ മാർക്ക് ഉണ്ടാവും, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്.
ഇല്ലെങ്കിൽ 2 ഡോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ബുക്കിൽ. അതിൽ ഫസ്റ്റ് ഡോട്ടിൽ നിന്നും സെക്കൻഡ് ഡോട്ടിലേക്ക് വരയ്ക്കുക. അതാണ് സ്ലീപ്പിംഗ് ലൈൻ. നേരെ വരയ്ക്കുന്നതാണ് സ്ലീപ്പിംഗ് ലൈൻ. അതുപോലെ നെക്സ്റ്റ് സ്റ്റാൻഡിംഗ് ലൈനാണ്. ഇവിടെ കണ്ടോ 2 സൂര്യകാന്തി പൂവ് കണ്ടോ? ഇതിൽ സ്റ്റാൻഡിംഗ് ലൈൻ ആകുമ്പോൾ ഫ്രം ബോട്ടം ടു ടോപ്പാണ് സ്റ്റാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ താഴെ നിന്നും മേലേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക, മേലെയും താഴെയുമായിട്ട്. അപ്പോൾ താഴെ നിന്നും മേലോട്ട് വരയ്ക്കാനായിട്ട് പറയാം. ഓക്കെ, അതാണ് സ്റ്റാൻഡിംഗ് ലൈൻ കേട്ടോ. അപ്പോൾ ചില അമ്മമാർ സ്ലീപ്പിംഗ് ലൈന് ആദ്യം ചെയ്യിക്കും, ചില അമ്മമാർ സ്റ്റാൻഡിംഗ് ലൈൻ ആദ്യം ചെയ്യിക്കും. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിംഗ് ലൈന് ആദ്യം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് സ്ലീപ്പിംഗ് ലൈൻസ് ആദ്യം ചെയ്യിക്കുന്നതാണ് കേട്ടോ. അതങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ സ്ലാൻഡേർഡ് ലൈൻസ് ഉണ്ട്. സ്ലാൻഡേർഡ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താ? സ്ലാൻഡേർഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞ് വരയ്ക്കുക. ഓക്കെ, ചെരിഞ്ഞ് വരയ്ക്കുന്നത് അത് സ്റ്റാർട്ടിങ് എവിടെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതും 2 പോയിൻറ്റ്സ് 2 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സ്ലാൻഡേർഡ് ലൈൻസ് ഉണ്ട് കണ്ടോ? ഇവിടെ മഴ പെയ്യുന്നത് പോലെയൊക്കെ സ്ലാൻഡേർഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് എക്സ്ട്രാ വരും കേട്ടോ ഈ ബുക്കാവുമ്പോൾ. സ്ലാൻഡേർഡ് ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ കർവ്ഡ് ലൈൻസ് ഉണ്ട്. കർവ്ഡ് ലൈൻസ് എന്ന് വെച്ചാൽ നമ്മുടെ റാ പോലെ വളഞ്ഞ് എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ കർവ്ഡ് ലൈൻസ് എഴുതിപ്പിക്കുക. ഇതെല്ലാം ആ ഓർഡറിൽ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അല്ലാതെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്പൈറൽ ഷേപ്പിലൊക്കെ വരയ്ക്കുന്നതൊന്നും ആദ്യം കൊടുത്ത പിള്ളേർക്ക് എളുപ്പം ഉണ്ടാകത്തില്ല. ഒട്ടും പെൻസിൽ പിടിക്കാൻ അറിയാത്ത മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓർഡറിൽ തന്നെ ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ കർവ്ഡ് ലൈൻസ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്, സിക്സാക് ലൈൻസ്. അത് ആ ബുക്കിലില്ല. സിക്സാക് ലൈൻസ് ഉള്ളത് ഈ ബുക്കിലാണ് കേട്ടോ. സിക്സാക് ലൈൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സിക്സാക് എന്ന് വെച്ചാൽ ഈ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ മുതലേൻ്റെ മേലെയുള്ള ഷേപ്പില്ലേ, അതുപോലെ ഇങ്ങനെ വരച്ച് കുത്തി വരച്ച് കൊടുക്കാതെ തന്നെ ആ ഒരു സംഭവമാണ് കേട്ടോ സിക്സാക് ലൈൻസ്. സിക്സാക് ലൈൻസ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വേവി ലൈൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ട് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. 2 ബുക്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സംഭവമൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇതിനകത്ത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ബുക്കാണ്? പെൻസിൽ കൺട്രോൾ എന്ന് പറയുന്ന ബുക്കിൽ. ഓക്കെ, അതിൽ വേവി ലൈൻസ് ഉണ്ട്. വേവി നമ്മുടെ തിരുമാല പോലെ ഇങ്ങനെ വളഞ്ഞുള്ളതാണ് വേവി ലൈൻസ്. ഓക്കെ, ആ വേവി ലൈൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ ഇതിൽ ഈ ഒരു ബുക്കിൽ പ്ലസ് സൈൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ 4 ഡോട്ട് ഇട്ടിട്ട് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ലൈൻസൊക്കെ വരച്ച് സിമ്പിളായിട്ടുള്ള ലൈൻസൊക്കെ വരച്ചതിന് ശേഷം മതി കേട്ടോ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് എക്സ് പാറ്റേണിൽ ചെയ്യാനുണ്ട്. പിന്നെ എന്താ, നമുക്ക് സർക്കിൾ ഉണ്ടാവും, സർക്കിൾ ഷേപ്പിൽ വരയ്ക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഈ 2 ബുക്കിലും എന്താണ് കൂടുതലും ആക്ടിവിറ്റീസാണ്. ഈ ലൈൻസ്, സ്റ്റാൻഡിങ് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ്, അതുപോലെ സ്ലാൻഡേർഡ് ലൈൻസ്, വേവി ലൈൻസ്, അങ്ങനെ ഈ ഒരു ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ 2 ബുക്കിലും പകുതിയോളം പേജസിലുള്ളത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇല്ലാത്തവർ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ചെയ്യിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ കൊടുത്തല്ലോ, സൈഡിൽ ഇങ്ങനെ പിക്സ് കൊടുത്തല്ലോ, അത് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എഴുതാൻ പഠിപ്പിക്കാനായിട്ട് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുത്തി വരച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല, സിമ്പിളാണ്, പെൻസിൽ കൺട്രോൾ ഈസി ആയിട്ട് വരും. ഇങ്ങനെ പിടിച്ച് എഴുതിക്കൊണ്ടിരുന്നയാൾ നല്ലോണം കറക്റ്റായിട്ട് പെൻസിൽ പിടിച്ച് എഴുതാനായിട്ട് പഠിക്കും. ഓക്കെ, ക്രയോൺസ്, ഗ്രിപ്പ് ക്രയോൺസ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഗ്രിപ്പ് ക്രയോൺസ് കൊടുത്ത് കറക്റ്റ് ആയതിനു ശേഷം പിന്നെ പെൻസിൽ കൊടുത്താൽ മതി കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ ബുക്സ് ഇല്ലേ, ഈ ബുക്സ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ കിട്ടുമായിരിക്കും. നമ്മുടെ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അവിടെ കുറേ ബുക്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. പാറ്റേൺ റൈറ്റിംഗ് ചോദിച്ചാൽ മതി. പാറ്റേൺ റൈറ്റിംഗ് ബുക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പെൻസിൽ കൺട്രോളിൻ്റെ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാലും മതി.
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങി യൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിയാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.